പിന്നെ ഇത് നമ്മുടെ ഫാമാട്ടോ, രാവിലത്തെ കാഴ്ച കേട്ടോ. ഇത് ആണ്ട് ഇതാണെങ്കിലുണ്ടല്ലോ പ്രാഷൻ പൂട്ട് പടത്താനുണ്ടാക്കിയിട്ടിരിക്കും കേട്ടോ. അന്നേരം നല്ല തണൽ കിട്ടും ഇവിടേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്. നേരത്തെയാണ് വേറെ ഒരു അപ്പുറത്തൊരു സ്ഥലത്തായിരുന്നു, അവിടെ നിന്ന് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഇത് പടത്തി കയറ്റാനാണ് കേട്ടോ. ഈ മഴയത്ത് അത് പടന്ന് കയറിക്കോളും. അതാണ്ട് ഇത് കമ്പിളി നാരങ്ങ ഈ പ്രാവശ്യം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. വെള്ള കളറാണ് കേട്ടോ, വെള്ള ഒരു എള്ളം പിങ്ക്. പിന്നെ വെട്ടി നിർത്തിയേക്കും. അതേ ഇത് കറ്റാർ വാഴ, കപ്പ, കാന്താരി, നീല കാന്താരി, ഉണ്ടമുളക്, ചേമ്പ്, വെട്ടിയേമ്പുണ്ടല്ലോ, വെള്ളക്കാന്താരി, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. നമുക്ക് നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടാകും കേട്ടോ. ഇപ്പം പിന്നെ പഴയ പച്ചക്കറിയെല്ലാം ഉണങ്ങി അതെല്ലാം കളഞ്ഞിട്ട് നമ്മൾ പുതിയതിപ്പം നട്ടു വളർത്തുക. അതുകൊണ്ട് ഇത് ഉണ്ടമുളക്, ഇത് മിറിക്കിൾ ഫ്രൂട്ടാണ് കേട്ടോ. ഈ പ്രാവശ്യം നാട്ടിൽ പോയിട്ടപ്പോൾ കൊണ്ടുവന്നത്. അതുകൊണ്ട് അവിടെ നിൽക്കുന്നത് വെട്ടി നിർത്തിയേക്കുന്ന മുരിങ്ങ കേട്ടോ. എല്ലാ വർഷവും വെട്ടി നിർത്തും. എന്നിട്ട് ഈ പ്രാവശ്യം ഞാൻ 45 കിലോ മുരിങ്ങയ്ക്ക വിറ്റ് കേട്ടോ. ഇത് കണ്ടോ, നാരക നിറയെ നാരങ്ങയുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, പച്ച കളറിൽ തന്നെയാണ് നാരങ്ങ നിൽക്കുന്നതെന്ന്. ഈ പ്രാവശ്യം ഇത്രയും നാരങ്ങ പിടിക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ ഇവന്മാരുടെ കൂടൊക്കെയാണ് കേട്ടോ. അത് ഞാൻ വിശദമായിട്ട് വേറെ ഒരു വീഡിയോയ്ക്കകത്ത് കാണിക്കാം. ഇത് നമ്മുടെ കെയർ ടേക്കർ താമസിക്കുന്ന റൂമാണ് കേട്ടോ. അത് 2 മുറിയുണ്ട്, ഒരു അടുക്കളയും ബെഡ്റൂമും ബാത്റൂമും ഒക്കെ ആയിട്ട്. കുട്ടപ്പായി കണ്ടോ, ആണ്ടെ ഞാൻ എവിടെ ഉണ്ടോ അവിടെ അവനുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നമ്മൾ ചേമ്പും ഓരോന്നൊക്കെ നട്ടേക്കും കേട്ടോ. നെല്ലിപ്പുളി കേട്ടോ, ഇപ്രാവശ്യം ഇഷ്ടം പോലെ ഉണ്ടായി. കുറേ വിറ്റ്, കുറേ നമ്മൾ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇച്ചിരി അങ്ങും ഇങ്ങുമൊക്കെ കുറച്ച് നിപ്പുണ്ട് അച്ചാറിടാൻ. വേണ്ട ഉണ്ടോ, ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ നെല്ലിപ്പുളി. ഇതൊക്കെ പണ്ട് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഉണ്ടല്ലോ, ഓരോരുത്തർ പോകുമ്പോൾ, നമ്മുടെ വീട്ടിലൊന്നും ഇല്ല കേട്ടോ, എല്ലായിടത്ത് പോകുമ്പോൾ ഒക്കെ ഞാൻ പറിച്ചിട്ടൊക്കെ ഓരോരുത്തരൊക്കെ കംപ്ലയിൻറ്റ് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. മതിലിൻ്റെ അവിടെയൊക്കെ കയറി ഇന്ന് പറിച്ചെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അച്ഛൻ്റെ അടുക്ക കംപ്ലയിൻറ്റും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. വേണ്ട, ഇത് ഡബിളോടിക്കേ. ഇതിനൊക്കെ വേണ്ടി ഞാൻ സ്കൂളിലൊക്കെ പോകുമ്പം എവിടെയൊക്കെ കയറി പോയിട്ടുണ്ടോ, ഇതൊക്കെ ഉള്ള വീടുകളിൽ പെറുക്കാനും ചോദിച്ചും ഒക്കെ പോയി. ഇതൊക്കെ ഞങ്ങളുടെ വീട്ടിലില്ല. ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഈ വെള്ളം കയറുന്ന സ്ഥലമായിരുന്നു കേട്ടോ. അതേണ്ട മാങ്ങ, ഈ മാങ്ങ ലേറ്റാ കേട്ടോ, ഇതുവരെയും നമ്മൾ പറിച്ചിട്ടില്ല. ഇതങ്ങോട്ട് ആയിട്ടുമില്ല, ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഇത് കറി വെക്കാനും കൊള്ളത്തില്ല, പുളിയില്ലാത്ത ഒരു തരം മാങ്ങായ. ഇച്ചിരിയുടെ വലുതാകുന്ന, ഈ പ്രാവശ്യം ചെറുതാണ്. ഇത് കണ്ട അബിയു കേട്ടോ, അത് ഈ പ്രാവശ്യം കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ. ഒരെണ്ണം ആദ്യം കൊണ്ടുവച്ച് എന്തോ ഇതായി ഉണങ്ങിപ്പോയി. രണ്ട് ഇതൊരു ചൈനീസ് നാരകമാണ്, നമ്മുടെ ചെറുതുണ്ടല്ലോ ഭയങ്കര പുളിയുള്ള, അതാണ്. പിന്നെ ഇത് അവക്കോട കേട്ടോ, ഇത്രയും വലുതായി, ഇതുവരെയും കാ പിടിച്ചിട്ടില്ല. 2-3 വർഷമായി. ഒരു നാണവുമില്ലാതെ ഇങ്ങനെയൊക്കെ. ബാക്കി ചെറിയ ചെറിയ മരങ്ങൾ വരെ കായ് തന്നു തുടങ്ങി. ഇത് മാത്രം ഒന്നും തന്നില്ല. ഇത് നമ്മുടെ ഇരുമ്പമ്പുളി കേട്ടോ, ഇഷ്ടം പോലെ വർഷങ്ങളായിട്ട് ഞാൻ ഇരുമ്പമ്പുളി വിൽക്കുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയ ഇവിടെ പൂക്കളും നമുക്ക് അങ്ങനെയൊന്നും കാണാനില്ല, അങ്ങും ഇങ്ങുമൊക്കെ ഉള്ളൂ കേട്ടോ. ഇതൊരു മുല്ലയാണ്. അതിൻ്റെ ചവിട്ടിയിൽ നമ്മുടെ മാങ്ങ ഇഞ്ചിയാണ് നിൽക്കുന്നത്. മാവ് 18 മാവുണ്ട് കേട്ടോ. മാവ് ഞാൻ അങ്ങനെ എടുത്ത് കാണിക്കുന്നില്ല, മാങ്ങ ഉള്ളപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ. ഇത് കപ്പയാട്ടോ. ഇതുണ്ട് ഇരുമ്പമ്പുളി ഇഷ്ടം പോലെ പൂത്തിട്ടുണ്ട്, കായ് വാകുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ സീസൺ കേട്ടോ. വർഷത്തിൽ ഒരു 3-4 പ്രാവശ്യം എന്തായാലും ഉണ്ടാവും, പൂവും കായും ഒക്കെ ആകുന്നുണ്ട്. ഇത് കറിവേപ്പില, പിന്നെ അത് മാവാണ്. ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ. ഇപ്പോൾ 2-3 സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് 2-3 പ്രാവശ്യം കാ തന്നതാണ് കേട്ടോ. എല്ലാ സാധനവും ഇതിനകത്തുണ്ട്. നമ്മുടെ ഒരു സന്തോഷം, നമുക്കൊരു ഇത് ആപ്പിൾ പിടിക്കോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. ഒരു തൈ മേടിച്ചുകൊണ്ട് വന്ന് വെച്ച് ഇത്രയായിട്ടുണ്ട് കേട്ടോ. പിടിക്കാൻ ചാൻസ് ഇല്ല, തണുപ്പ് വേണ്ടേ ആപ്പിളിന്. എന്നാലും നമ്മുടെ ഒരു സന്തോഷം വാങ്ങി വെച്ചതാണ്. ഇത് പേര കേട്ടോ, 2 പേരയുണ്ട് കേട്ടോ. പേരയ്ക്കായും ഇഷ്ടം പോലെ പിടിക്കും കേട്ടോ. ഞാനിത് പറയുന്നതല്ല കേട്ടോ, സത്യമാട്ടോ. ഇത് അമ്പഴം കേട്ടോ. ഇതേലും കൊണ്ടുവച്ച ആ സമയത്ത് തന്നെ കായും പിടിച്ചു. ഇത് നമ്മുടെ ഈ സാമ്പാർ പരിപ്പുണ്ടല്ലോ, അതും നമ്മുടെ റാഡീഷ് ഉണ്ടല്ലോ, റാഡീഷ്, പിന്നെ ചീര, പച്ചച്ചീരയൊക്കെ ഉണ്ട്. നമ്മൾ കുറേയൊക്കെ പറിച്ച് കോഴി കയറാതിരിക്കാൻ വളഞ്ഞിട്ടേയിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ചെടിയൊക്കെ അങ്ങും ഇങ്ങും ഈ റോസൊക്കെ അങ്ങും ഇങ്ങും ഓരോന്നൊക്കെ ഉള്ളു കേട്ടോ. ഇതൊരു പ്ലാവ് ഇപ്പം നട്ടതാണ് കേട്ടോ. ഇവിടെ ഈ രാത്രിയിലൊക്കെ ഇങ്ങനെ ഇരിക്കാനൊക്കെ ഭയങ്കര രസമാണ്, ലൈറ്റൊക്കെ ഇട്ടിട്ട് കേട്ടോ. തന്തൂരിയൊക്കെ ഉണ്ടാക്കി. ഞാനിപ്പോൾ ഈ മീറ്റൊന്നും കഴിക്കാറില്ല കേട്ടോ. ഇതാണ് അടുത്ത ഭാഗം.